റൂമിയുടെ ഒരു കഥയുണ്ട്. റൂമി പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഒരിക്കലും ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ കുറച്ചധികം ശിഷ്യന്മാര് കൂടി വനത്തിലൂടെ യാത്ര ചെയ്യാണ്. അങ്ങനെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ബഹളങ്ങളാണ്. ബഹളം എന്ന് പറഞ്ഞാല് ഈ കിളികളുടെ ശബ്ദം, അരുവി ഒഴുകുന്ന ശബ്ദം, അങ്ങനെ കാറ്റ് വീശുന്ന ശബ്ദം, അങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോ കുറച്ച് സ്ഥലം വരെ ഇങ്ങനെ നടന്നു പോയിട്ട് ഈ ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് ഇരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നത് എന്ന് ഒന്ന് ഒന്ന് നോക്കാൻ പറയും. അങ്ങനെ ഈ കുട്ടികളെ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് അവരിങ്ങനെ കാതോർക്കുന്നുണ്ട്. കാതോർത്ത് കഴിയുമ്പോ തന്നെ ഒരു കിച്ചൺ എഴുന്നേറ്റ് പറയും, ഗുരു ഞാൻ കിളികളുടെ കളകളാരവം കേൾക്കുന്നുണ്ട്, അവ വല്ലാണ്ട് ഇങ്ങനെ ചലിക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഗുരു പറയും ഒന്നുകൂടി കാത് കൂർപ്പിച്ച് നോക്കാൻ പറയും. അപ്പൊ മറ്റൊരു ശിഷ്യൻ പറയും, ഗുരു ഞാനൊരു പുൽച്ചാടിയുടെ ചിറകടി ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഗുരു പറയും ഒന്നുകൂടി ഒന്ന് ചെവി കൂർപ്പിച്ച് നോക്കാവോ എന്ന് ചോദിക്കുമ്പോ മറ്റൊരു ശിഷ്യൻ എഴുന്നേറ്റ് പറയും, ഗുരു ഞാൻ തേനീച്ചയുടെ മൂളല് കേൾക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഗുരു പറയും ആയിട്ടില്ല, ഇനിയും നിങ്ങൾ ചെവി കോർക്കാൻ പറയും. അങ്ങനെ വീണ്ടും ചെവി കോർത്ത് കുറെ അധികം നേരം ചെവി കോർത്ത് കഴിയുമ്പോഴത്തേക്കും ശിഷ്യന്മാരുടെ ക്ഷമയൊക്കെ നശിക്കുകയാണ്. പക്ഷെ എന്നാലും ഗുരു ആണല്ലോ പറയുന്നത് എന്ന് കരുതി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ശിഷ്യൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഗുരുവിനോട് പറയുന്നുണ്ട്, ഗുരു ഇപ്പൊ കേൾക്കുന്നത് നിശബ്ദത മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരുവിന് സന്തോഷമാവും. അപ്പൊ ഗുരു പറയും, ഈ നിശബ്ദതയെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം നിങ്ങളോട് നിങ്ങളുടെ ചെവികൾ കുറിപ്പിക്കാൻ ഞാൻ പറഞ്ഞതെന്ന് പറയും. അപ്പോ ഈ ശിഷ്യന്മാർ ചോദിക്കും, എന്താ ഇപ്പൊ നിശബ്ദതയിൽ എന്താ ഇപ്പൊ കാര്യമുള്ളതെന്ന് ചോദിക്കും. ആ സമയത്ത് ഗുരു പറയുന്നുണ്ട്, നിശബ്ദതയിലാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഭാഷ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ശിഷ്യന്മാര് വീണ്ടും ചോദിക്കും, ആത്മാവിന് എന്ത് ഭാഷയാണുള്ളത്, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ഭാഷ ഞാൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് വീണ്ടും ശിഷ്യന്മാര് ഗുരുവിനോട് തിരിച്ചു ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗുരു പറയുന്നുണ്ട്, ആത്മാവ് എപ്പോഴും ഒരു മനുഷ്യനോട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്ന സമയത്ത് അവനോടൊപ്പമുള്ള സംഭവമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭൂമിയിലെ ബഹളങ്ങൾക്കും നമ്മുടെ തിരക്കുകൾക്കും ഇടയിൽ നമ്മൾ നമ്മുടെ ആത്മാവിന്റെ സംസാരത്തെ കേൾക്കാൻ മറന്നു പോകുന്നുണ്ടെന്ന് ഈ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയിപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിന്റെ സംസാരത്തെ കേൾക്കണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വളരെ കാമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വിടണം. അതായത് മറ്റൊരു ചിന്തകളിലേക്കും പോകാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ താളം, ഹൃദയത്തിന്റെ മിടിപ്പിന് പോലും ഒരു താളം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ആ താളത്തെ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കുളത്തിന്റെ കരയിൽ വെച്ച് ഇവരിങ്ങനെ ഇരുത്തിയിട്ട് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ താളത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി ആത്മാവ് എന്താണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗുരു ശിഷ്യന്മാർക്ക് അവരുടെ ആത്മാവിന്റെ ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചതിൽ നിന്ന് നമ്മുടെ ഈ ഒരു സെഷനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമി സ്റ്റോറിയാണ് ഇത്. ആത്മാവിന്റെ ഭാഷ മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റോറിയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്നുള്ള സ്റ്റോറി, അല്ലെ? ആൽക്കമിസ്റ്റ് വായിക്കാത്തതും അല്ലെങ്കിൽ അറിയാത്തതുമായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ ഒരു 3-4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പോ ഇതില് ഈ ആൽക്കമിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആൽക്കമിസ്റ്റിലെ ഏറ്റവും പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയ ബാലനാണ്. ഇവൻ നിധിയെ അന്വേഷിച്ച് ഇങ്ങനെ യാത്ര പോകുന്നുണ്ട്. ഈജിപ്റ്റ് അങ്ങനെയുള്ള കുറെ അധികം നാടുകളിലൂടെ ഇങ്ങനെ വർഷങ്ങളോളം നിധിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ നിധിയെ അന്വേഷിച്ച് നടന്ന് 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 അവസാനത്തിൽ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഈ ആൽക്കമിസ്റ്റ്, കണ്ടുപിടിച്ചിട്ടുള്ള ആൽക്കമിസ്റ്റ് സാന്റിയാഗോനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പട്ടാളക്കാരോട് പറയും, ഇവനാണ് ആൽക്കമിസ്റ്റ് എന്ന്. അപ്പൊ ശരിക്കുമുള്ള ആൽക്കമിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സാന്റിയാഗോനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്, ഇവനാണ് യഥാർത്ഥ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വീണ്ടും ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പൊ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോ യഥാർത്ഥ ആൽക്കമിസ്റ്റ് പറയും, ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൽ ആരൊളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു ആൽക്കമിസ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.
അപ്പോ സാന്റിയാഗോ എന്ന് പറയുന്ന വെറും ഒരു പച്ചയായ ഒരു ആട്ടിടയ ബാലൻ പിന്നീട് കാറ്റിനോട് സംസാരിക്കുകയും അവൻ കൊടുങ്കാറ്റായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയുണ്ട് അതില്. അതായത് പ്രകൃതിയിലേക്ക് ഇറങ്ങി അവന്റെ ആത്മാവിന്റെ ഭാഷയും പ്രകൃതിയുടെ ഭാഷയും തമ്മിൽ ഒത്തിണങ്ങി കഴിയുമ്പോൾ കൊടുങ്കാറ്റായി മാറുന്ന ആട്ടിടയ ബാലനെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയുടെ അവസാനത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്: ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ ഭാഷയെ അല്ലെങ്കിൽ അവന്റെ ആത്മാവിന്റെ ഭാഷയെ പ്രകൃതിയുടെ ഭാഷയുമായി കൂട്ടിയിണക്കും, മറ്റൊരു മനുഷ്യന്റെ ഭാഷയല്ല, പ്രകൃതിയുടെ ഭാഷയുമായി കൂട്ടിയിണക്കുമ്പോൾ കൊടുങ്കാറ്റായി മാറാനോ പേമാരിയായി മാറാനോ ഇടിമിന്നലായി മാറാനോ ഉള്ള കഴിവ് ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോറി എല്ലാം ഇന്ന് ഇവിടെ പറയുന്നതിന് ഒരു പ്രത്യേക റീസണും ഉണ്ട്. ബിക്കോസ് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ജേർണിയിൽ 100ഓളം അല്ലെങ്കിൽ 110ഓളം 120ഓളം ആളുകൾ നമ്മുടെ കൂട്ടത്തില് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരിൽ ആണെങ്കിലും അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളിലാണെങ്കിലും ഇതെന്താണ് ഇപ്പോ കുറച്ചു നേരം എല്ലാവരെയും ഇങ്ങനെ സൈലന്റ് ആക്കി ഇരുത്തുന്നു, പക്ഷെ അതിൽ നിന്ന് കുറെ അധികം ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നു അല്ലെ. കുറെ ആളുകൾക്ക് അതിൽ നിന്ന് നല്ല നല്ല കുറെ റിസൾട്ടുകൾ ഉണ്ടാകുന്നു. അവരെപ്പോഴും കുറെ റിസൾട്ടുകൾ ഇങ്ങനെ പങ്കുവെക്കുന്നു. ഇത് എന്താണെന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഇവരിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ആത്മാവിന്റെ താളത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഭാഷയെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിനൊരു ഗുരു വേണം അല്ലെ. സാറ് പറയുന്ന പോലെ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. ആ ഗുരുവായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ മുഹമ്മദ് സാറ്. ഞാൻ സാറിനെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷൈൻ മുഹമ്മദ് സാറ്, സാർ ബാംഗ്ലൂരിലാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെയൊക്കെ അറിയാം. കഴിഞ്ഞ 5 വർഷമായിട്ട് സാർ മൈൻഡ് പവറിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ 5ാമത്തെ വർഷം, 5 വർഷങ്ങളായിട്ട് ഇതിലിങ്ങനെ സർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് 5ാമത്തെ വർഷം എന്താണെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആണ് അല്ലെ. അപ്പൊ 5ാമത്തെ വർഷത്തിന്റെ സ്പെഷ്യാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു 41 ഡേയ്സിലുള്ള ഈ ഒരു ഫ്രീ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഒരു 19 കോച്ചസ് അല്ലെങ്കിൽ 20 കോച്ചസും സർ കൂടി എടുത്തൊരു പ്ലാനിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു പ്ലാനാണ് ഈ പറയുന്ന 41 ഡേയ്സിലേക്കുള്ള എന്താണ് ഈ ഒരു ഫ്രീ സെഷൻ കൊടുക്കുക എന്നുള്ളത്. കാരണം ഇപ്പോ ഞാനാണെങ്കിലും കുറെ വർഷങ്ങളായിട്ട് ഈ മൈൻഡ് പവർ എന്നുള്ള സംഭവം പഠിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ നമുക്ക് അതിലേക്ക് എത്തപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈൻഡ് പവറുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിനെ പറ്റി നമ്മൾ അന്വേഷിച്ചാൽ നമുക്കറിയാം ഫിനാൻഷ്യലി അത് വളരെ ഹൈ ആണ് അല്ലെ. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് അത് കിട്ടൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് അല്ലെ. യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസ് ആണ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ചെറിയ സ്റ്റോറീസോ ഒക്കെയാണ് നമ്മുടെ ആശ്രയങ്ങൾ. അപ്പൊ ആ സമയത്ത് ആണ് ഈ ഒത്തിരി അധികം ആളുകൾ മെന്റലി സ്ട്രെസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഫ്രീ സെഷൻ ആക്കിക്കൂടാ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നതും ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സെഷൻ പിറവി കൊണ്ടതും ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് സാറിന്റെ ഒരു ലെഗസിയാണ്, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് സാർ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. ബാംഗ്ലൂരാണ് മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത്. ആൻഡ് ഇനി സാറിനെ പറ്റി പറഞ്ഞാൽ സാർ ഒരു ബിസിനസ് മാൻ ആണ്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് അവിടെ നിന്ന് തന്നെ ഒത്തിരിയധികം ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില താളപ്പിഴവുകൾ ഒക്കെ സംഭവിച്ച് അവസാനത്തിൽ സാറിന്റെ നിയോഗത്തിലേക്ക് എത്തപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ സാറിന്റെ ഡിഗ്രീസ് കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞാല് സാർ UK മെന്റർ ജെനീസ് ജിയോഫിൽ നിന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ ഡിപ്ലോമ എടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഹിപ്നോതെറാപ്പിയില് കൗൺസിലിംഗ് സൈക്കോളജി ഹിപ്നോതെറാപ്പിയിലൊക്കെ സാറിന് 3 ഡിപ്ലോമാസ് ഉണ്ട്. അതും ഇന്ത്യൻ കൗൺസിലിംഗ് സർവീസിൽ നിന്ന്. അതുപോലെ തന്നെ 2024 ബെസ്റ്റ് ഹിപ്നോതെറാപ്പിസ്റ്റിനുള്ള അവാർഡും നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ മുഹമ്മദ് സാറ്. അതുപോലെ തന്നെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ ബിരുദം നേടിയിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലെ സാഫ്രോൺ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സാറിന്റെ ഈ ഒരു 5 വർഷത്തെ പഠനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ സാറിന്റെ 5 വർഷത്തെ ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് സാർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് മൈൻഡ് മാപ്പിംഗ് ടെക്നിക് എന്നുള്ളത്, MMT എന്നുള്ള ആ ഒരു ടെക്നിക്ക്. അതാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 15ഓളം ബാച്ചുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കടന്നു പോയിട്ടുണ്ട്. 1000ഓളം വരുന്ന ആളുകൾക്ക് മൈൻഡ് മാപ്പിംഗ് ടെക്നിക്കിന്റെ അതിന്റെ ഒരു സത്ത ആളുകളിലേക്ക് 1000ഓളം ആളുകളിലേക്ക് പകർന്നു കൊടുക്കാൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷൈൻ മുഹമ്മദ് സാറിനും കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു സന്തോഷം ഉള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ മിറാക്കുലസ് ലാബ് എന്നുള്ള ബുക്കിന്റെ രചയിതാവ് കൂടിയാണ് ഷൈൻ മുഹമ്മദ് സാറ്. അതുപോലെ ഇപ്പോ
ഇപ്പൊ ഈ അവസാനത്തിൽ നിന്നല്ല, ഇപ്പൊ വന്നു നിൽക്കുന്ന സാറിന്റെ സോൾ അവേക്കനിങ് പ്രോസസ് എന്നുള്ള നമ്മുടെ ഈ ഒരു മിറാക്കിൾ മോർണിംഗ് ട്രാവൽ എന്നുള്ള ജേണി, അതും സാറിന്റെ തന്നെ മറ്റൊരു പഠനത്തിൽ നിന്നും പിറവി കൊണ്ട മറ്റൊരു ടെക്നിക്കാണ്. ആൻഡ് ഐ ഫീൽ എല്ലാവർക്കും തന്നെ ഒത്തിരി അധികം ആളുകൾക്ക് ഈ ഒരു 15 ഡേയ്സ് കൊണ്ട് നമ്മുടെ ഈ ഒരു സോൾ അവേക്കണിങ്ങിന്റെ പ്രോസസ്സിലേക്ക് എല്ലാവരും തന്നെ കടന്നു എന്നുള്ളതും അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പൊ ജുംസി മാം ഒക്കെ, ജുംസി മാം എവിടെ നിന്നാണോ വരുന്നത്, സ്ഥലം എവിടെയാണ്? ഫ്രം പാലക്കാട്. പാലക്കാട്. യെസ്, വെരി വെരി ഗുഡ്. അപ്പൊ എന്താണ്, ഈ പാലക്കാടുകാരിയായിട്ടുള്ള ജുംസി മാം ഒന്നും എല്ലാ ദിവസവും ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ രാവിലെ തന്നെ വീഡിയോ മോഡലൊന്നും വന്ന് കയറിയിരിക്കത്തില്ല അല്ലെ? അപ്പോ നമുക്കറിയാം, ഇപ്പൊ 100ഓളം ആളുകൾ നമ്മുടെ, അല്ലെങ്കിൽ 120ഓളം ആളുകൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എല്ലാ ദിവസവും കയറുന്നുണ്ട്. ആൻഡ് ഇപ്പൊ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരും സ്ഥലവും ജസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന്, കോർഡിനേറ്റേഴ്സ് കോച്ചസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ചാറ്റ് ബോക്സ് ഓൺ ആക്കി വെക്കണം. നിങ്ങൾ എല്ലാവരും വീഡിയോ മോഡിലുള്ളവരും ഇല്ലാത്തവരും നിങ്ങളുടെ പേരും സ്ഥലവും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാട്ടോ. ഏത് ജില്ലയാണെന്നോ അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും ഒരാളും പിന്നെയും പിന്നെയും ഇവിടെ വന്നിരിക്കത്തില്ല അല്ലെ? യെസ്, കാലിക്കട്ടുകാര്, കണ്ണൂരുകാര്, നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഓഫ് ദ വേൾഡ് അല്ലെ, ഗൾഫിൽ നിന്നും ഒക്കെ ആളുകൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നുണ്ട്. യെസ്, സ്ട്രെങ്ത് ഏത് ജില്ലക്കാണ് കൂടുതൽ എന്ന് നോക്കട്ടെ. വേഗം വേഗം ആയിക്കോട്ടു. ആദില, റുബീന മാം, അതുപോലെ ഷഹീർ സാർ, ഇന്ദിര മാം ഒക്കെ ഒന്ന്, മെഹജബിൻ, പ്രബിന മാം, എല്ലാവരും, ബീന മാം ഒക്കെ ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കാട്ടോ. യെസ്, ഗ്രേറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു സംസാരം കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഷൈൻ മുഹമ്മദ് സാറിന്റെ കുറച്ച് വിസ്ഡംസും അതുപോലെ തന്നെ സോൾ അവേക്കനിങ്ങും കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആളുകൾ ഈ ഒരു പ്രോഗ്രാമില് വന്നെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഫസ്റ്റ് ഡേ മുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അല്ലെ? ആർക്കെങ്കിലും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാം. ജുംസി മാം, അല്ലെങ്കിൽ സുരേഷ് സർ, ദെൻ ബിബിൻ സർ, നിങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നുള്ളൂ, വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. ജസ്റ്റ് ചെറിയൊരു ഫീഡ്ബാക്ക് വേഗം. ഞാൻ ഇന്ന് 15ാമത്തെ ദിവസമാണ് ഇത് അറ്റൻഡ് ചെയ്യണത്. 5 ദിവസം ആകുമ്പത്തിനെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, ഗ്രേറ്റ്. ഒരു എന്ത് സ്ട്രെസ് റിസൾട്ട് ഇല്ല, ആണ് കിട്ടിയിട്ടുള്ളത്? ടെൻഷന്, ആ, സ്ട്രെസ്, ടെൻഷൻ. ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്, ഓവർ ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഓവർ ടെൻഷൻ ഒന്നും ഇപ്പൊ ഇല്ല. ഇല്ല. യെസ്. ആരുടെയെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ തന്നെ ഓവർ ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പൊ ഓ, ആരുടെയെങ്കിലും കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ, എന്റെ കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾ. ഓക്കെ 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 ഓക്കെ, ഹാപ്പിയാണ്. ഗ്രേറ്റ്. ഓ യെസ്, താങ്ക് യു സോ മച്ച്. ദെൻ ബിബിൻ സർ, ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഷൈൻ സാർ വന്നപ്പോ തന്നെ വല്ലാത്ത പുഞ്ചിരിയോട് കൂടി സാറിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് ബിബിൻ സർ. സർ എന്താണ് പറയാനുള്ളത്? ഇതിനകത്ത് ഇപ്പൊ എത്ര പേരുണ്ടെന്ന്? ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും 100 ഗുഡ് പേരുണ്ട്. മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓൾ ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ പറയുന്നേ? ഹലോ, ഗുഡ് ആ, മോർണിംഗ്, ഉണ്ട് ഗുഡ് ഉണ്ട് ഉണ്ട്, മോർണിംഗ്. പറഞ്ഞോളൂ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. സ്വരം ഒത്തിരി കുറവുണ്ട്, തൊണ്ടവേനയായിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ഓക്കെ ഓക്കെ. നല്ലൊരു ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആവട്ടെ എന്ന് എല്ലാ ദിവസവും ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇതിലേക്ക് വരാൻ കാരണം ഒരാളുള്ളൂ, പ്രബിന. ഞാൻ ആളുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ഓ ഗ്രേറ്റ്. ഇന്ന് ഞാൻ 15 ദിവസമായി. ഈ 15 ദിവസം കൊണ്ട് എനിക്ക് എന്താ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എനിക്ക് വരുമ്പോ ഞാൻ ചിലപ്പോ ആദ്യം എനിക്ക് വരുമ്പോ ഇതിന്റെ അകത്തുള്ളത് ലിജോ സാറായിരിക്കും. ഫസ്റ്റ് കാണുന്ന ലിജോ സാറിന്റെ മുഖം ഞാൻ ആദ്യം കാണുന്നത്. ഫസ്റ്റ് ആളുണ്ടാവും. ഞാനൊരു 5:45 അകത്ത് സത്യം പറഞ്ഞ. വീഡിയോ മോഡിൽ ഇടാറില്ല. പിന്നെ 2-3 ദിവസമായിട്ടാട്ടോ ഞാൻ ലേറ്റ് ആയിട്ട് വന്നു. ഇന്നും ലേറ്റാ. സൺഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് പോകും. അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വരുവുള്ളൂ. ഇപ്പൊ ഇന്ന് ലേറ്റാ സത്യം പറഞ്ഞ. അപ്പൊ ഇതിന്ന് എനിക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എല്ലാവരും ഇതിന്റെ അത് ചിരിച്ചായിട്ടിരിക്കണം, പുഞ്ചിരിയോടുകൂടി എല്ലാവരും പുഞ്ചിരി കാണാൻ പറ്റും. അത് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം സത്യം പറഞ്ഞ. പിന്നെ യെസ്, ഗ്രേറ്റ്. പിന്നെ വേറെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് 15 ദിവസമായിട്ട് കിട്ടിയത് ഭയങ്കര ക്ഷമയാണ്. നമുക്ക് ഇതിനകത്ത് കയറി വാവ്. കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഒരു കാര്യം പഠിക്കാൻ വേറെ ഇല്ല. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ക്ഷമ. നമ്മൾ ക്ഷമയായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇത് കേൾക്കാൻ വേണ്ടി തന്നെയായിട്ട്. നമ്മളെല്ലാവരും നിൽക്കുന്ന 6 മണിയാകുമ്പോൾ എല്ലാവരും എനിച്ചിൻ്റെ അകത്തേക്ക് വരുന്നത് എന്തിനായിരിക്കും? നമുക്ക് നല്ലൊരു എന്തെങ്കിലും ഒരു കഥ കേൾക്കാനോ, അല്ലെങ്കിൽ നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന ഒരു, സത്യം പറയുന്നത് ഷൈൻ സാറിനെ തന്നെ കാണുമ്പോൾ ഭയങ്കര പുഞ്ചിരിയോടുകൂടിയാണ് സാറ് വരുന്നത്. അത് കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പൊ എന്റെ പുഞ്ചിരി കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കൊരു സന്തോഷം കിട്ടുക സത്യം പറഞ്ഞാൽ.
അപ്പൊ അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ് സത്യം പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം കൂടെ ഓർക്കും, ദൈവം ഇപ്പൊ നാളെ രാവിലെ എണീക്കണമല്ലോ, ആ പുഞ്ചിരി ഒന്ന് കാണണ്ടേ എന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ. യെസ്, ഗ്രേറ്റ്. പക്ഷേ കൊള്ളാം അത് കൊള്ളാം, താങ്ക് യു സോ കാണുമ്പോൾ മച്ച്. ഇന്നത്തെ ഒരു സെഷൻ അടിപൊളിയാവട്ടെ എല്ലാവർക്കും. യെസ്, ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂമിന്റെ കഥ എല്ലാവരും മനസ്സിൽ തന്നെ വെക്കുക. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഒരു സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ താളം കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആത്മാവിന്റെ ഭാഷ മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കൊടുങ്കാറ്റാവാനും പേമാരിയാവാനും മറ്റുള്ള ഒരു മനുഷ്യന് ഒരു താങ്ങാവാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള കാരണം നമ്മുടെ മാജിക് മൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഞങ്ങളെല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ട ഷൈൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് ലെറ്റ് മീ വെൽക്കം ഷൈൻ മുഹമ്മദ് സർ. സുന്ദരമായ ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും നേരത്തെ വന്നിരിക്കുന്നുണ്ട്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മിറാക്കിൾ മോർണിംഗ് ട്രാവലിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നൗഷിത്ത് വളരെ സൂപ്പറായിട്ട് ഇൻട്രൊഡക്ഷൻ നൽകി. താങ്ക് യു സോ മച്ച്. നമ്മുടെ നൗഷിത്ത് പറഞ്ഞ പുസ്തകം ഇതാണ് കേട്ടോ. ഇപ്പൊ അത് കാണാത്ത ആൾക്കാരുടെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയ പുസ്തകം, ദ മിറാക്കുലസ് ലാംബ് ഓഫ് സക്സസ് ലൈഫ്, ജീവിത വിജയത്തിന്റെ അത്ഭുത വിളക്ക്, എക്സ്പ്രസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോജാമാമാണ് പ്രകാശനം ചെയ്തത്. എറണാകുളത്ത് നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച് സോജാമാമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഞാൻ ഇന്ന് കൂടുതൽ ആമുഖങ്ങൾക്ക് മുതിരുന്നില്ല, കാരണം എല്ലാവരും എന്നെ എല്ലാ ദിവസവും കാണുന്നവരാണ്. ഒരുപാട് പേർ സംശയം ചോദിക്കുന്നു. ഒരുപാട് പേർ, എന്താണ് സാർ ഇത്രയും കാലം നോക്കിയിട്ടും നടക്കാത്ത ഒരു ഇന്നർ പീസ്, 15 മിനിറ്റിന്റെ പ്രോസസ്സ് കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ നൽകുന്നത്? എന്താണ് ഇതിനകത്തെ രഹസ്യം? ഒരുപാട് പേര് ചോദിക്കുന്നു. ഒരുപാട് ട്രെയിനേഴ്സ്, കോച്ചുമാര് എല്ലാരും കഴിഞ്ഞ ദിവസങ്ങളിൽ, കാരണം ഒരുപാട് പേരായിട്ട് എനിക്ക് ബന്ധങ്ങളിലുണ്ട്, എല്ലാരും ചോദിക്കുകയാണ്, സാർ എന്താണ് ഇതിന്റെ സീക്രട്ട്? ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടില്ലോ. ചിലര് സ്പിരിച്വൽ ആയിട്ട്, ആത്മീയപരമായി ചില മതങ്ങളുടെയും ഇതിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈഫ് കോച്ചിങ് രംഗത്ത് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം. ലൈഫ് കോച്ചിങ്, എന്റെ മെന്റർമാരായ മിതേഷ് ഖത്രി സാറ്, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നു, ഇങ്ങനെ കേരളത്തില് ഇങ്ങനെ നിങ്ങളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ സീക്രട്ട്? സിദ്ധാർത്ഥ രാജശേഖർ സാറ്, ഇവരൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ഇത്. എന്താണ് ഇതിന്റെ സീക്രട്ട്? ആ സീക്രട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ 6 എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. ഇന്ന് ഈ സീക്രട്ട് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാണ്. കാരണം ഇതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ത് പ്രോഗ്രാമിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇങ്ങനൊരു പ്രോഗ്രാം ഇല്ല. നിങ്ങള് മുമ്പ് ഒരുപാട് കോഴ്സുകൾ, നിങ്ങളെന്നല്ല എല്ലാവരും ഈ കൊറോണയ്ക്ക് ശേഷം, ആക്ച്വലി ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ ഒരു മാനസിക പരിവർത്തനമുണ്ട് ഇവിടുത്തെ ലോകത്തിന്, മൊത്തം ലോകത്തിന്. ആ പരിവർത്തനത്തിൽ നിന്നാണ് ലൈഫ് കോച്ചിങ്ങുകളും എല്ലാം ഒരുപാട് വളർന്നത്. ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ ഇത്രയും വ്യാപകമായിട്ട് കാണാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ്. ഏകദേശം ആ സമയത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്താണ് ഒരുപാട് കോഴ്സുകളുണ്ട്, EFT, NLP, ലോ ഓഫ് അട്രാക്ഷൻ, ഹോപ്പോണോ, ഇങ് യാങ് എനർജി. നമ്മളിതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ കോച്ചുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിച്ചവരാണ്.
ലോ ഓഫ് അട്രാക്ഷൻ, NLP, EFT, ഇങ് യാങ് എനർജി, ഹോപ്പൊണോപ്പൊണോ, ബില്യണേഴ്സ് ബിസിനസ് സീക്രട്ട്, ബില്യണേഴ്സ് മൈൻഡ് സീക്രട്ട്, ഇതെല്ലാം ഞങ്ങളുടെ ഗോൾഡ് ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വളരെ ചെറിയൊരു ഫീസിൽ. അത് പഠിച്ചവരാണ് ഇവരെല്ലാം. അതിൽ നിന്നെല്ലാം ഇതിനെന്താണ് വ്യത്യസ്തത? ഈ രാവിലെ മോർണിംഗിൽ നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് ഇന്നർ പീസ് നൽകുന്നത്, എങ്ങനെയാണ് മനസമാധാനം നൽകുന്നത്, എങ്ങനെയാണ് അവരുടെ ഇമോഷണൽ ബ്ലോക്കേജുകളെ മാറ്റുന്നത്? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ടും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും നേടിയെടുത്തതാണ്. അത് ഞാനിവിടെ സൗജന്യമായി പകർന്നു കൊടുക്കുകയാണ്. ദയയുള്ളവൻ കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇത് നേടിയെടുക്കുക എന്നുള്ളത് ഒരു തപസ്യയാണ്, ഒരു തപസ്യയാണ്, ഒരു തപസ്യ, ഒരു തപസ്യയാണ്. ആ തപസ്യയിലൂടെ നേടിയെടുക്കുന്ന സിദ്ധി നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ തിളങ്ങുന്നതും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകാരംഭ കാലം മുതൽ, മനുഷ്യന്റെ ആരംഭകാലം മുതൽ മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ അത്രയും വലുതാണ്, ഹൃദയമിടിപ്പിന്റെ അത്രയും വലുതാണ് മനുഷ്യന്റെ മനസമാധാനം എന്നുള്ളത്. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ വലുതാണ് ഈ നശ്വരമായ, ഈ വളരെ കുറഞ്ഞ സമയം താമസിക്കുന്ന ഈ ലോകത്ത് മനസമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതും അത്ര വലുത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ആ ശരീരത്തെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മനസ്സിനെയും ആത്മാവിനെയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെയും എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്, എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, നിങ്ങൾ കണ്ടു പരിചയിച്ച, നിങ്ങൾ പോയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ തേടി നടന്നിട്ടുള്ള, നിങ്ങൾ അലഞ്ഞിട്ടുള്ള ഓരോ ഓൺലൈൻ കോഴ്സും ഇതിന് സമാനമല്ല. അതിലേട്ട് ആരും ഇതിനെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടണ്ട. ഇതങ്ങനെയുള്ള ഒരു സംഭവം അല്ല. നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോവാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിച്ച്, ഇന്ന് നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു സെഷനാണ്. ഇന്ന് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നർ പീസ് നിങ്ങൾ പുഷ്പം പോലെ സ്വന്തമാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പുഷ്പം പോലെ. ഓക്കെ, നിങ്ങളുടെ നിങ്ങൾ ഫീഡ്ബാക്ക് പറഞ്ഞ് നോക്കിക്കോ. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത്. അപ്പം എന്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും എന്നെ നല്ല വിശ്വാസമാണെന്നും സാർ ആവശ്യമില്ലാത്തൊന്നും ഇവിടെ കൊണ്ടുവരില്ലാന്നും എല്ലാവർക്കും അറിയാം. പുറത്തുള്ളവർക്കാണ് സംശയം. ഓക്കെ, അപ്പൊ എന്തായാലും അത് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. നമ്മള് ഒരാൾ ചോദിക്കുമ്പോ, സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആട്ടിപ്പായിക്കാൻ പാടില്ല. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞോളൂ. അതാണ് മാന്യത. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് മാത്രമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നിങ്ങളുടെ ചുറ്റും നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ സമൂഹത്തിലായിട്ട് നിങ്ങളൊന്ന് നോക്കൂ. പഴയ നിങ്ങൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന, നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ലോകക്രമത്തിലുള്ളത്. വലിയ ശബ്ദകോലാഹലങ്ങളുടെയും അത്ര തന്നെ വലിയ ആശയക്കുഴപ്പത്തിന്റെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രേറ്റ് നോയിസ് ആൻഡ് ഗ്രേറ്റ് കൺഫ്യൂഷൻസ് എന്ന് പറയാം. വലിയ ശബ്ദകോലാഹലങ്ങളുടെയും വലിയ ആശയക്കുഴപ്പത്തിന്റെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ പോലില്ല. പണ്ട് നമുക്ക് ചുരുങ്ങിയ ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മളുടെ കോണ്ടാക്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോൺ കോണ്ടാക്ട്, ഫോണിലുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം, അത്ര കണക്ഷൻ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ. പക്ഷേ അവരെ മനസ്സിലാക്കുന്നവർ 1000-1 പോലും ഇല്ല എന്നുള്ളതാണ്. ആ ബന്ധങ്ങളിലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് 1000-1 പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ലോകം. അണ്ടർസ്റ്റാൻഡിങ് ഇല്ല.
ഒരുപാട് വിവരമുണ്ടെന്ന്, അവയർനെസ് ഭയങ്കര കൂടുതലാണ്. ലോകം മുഴുവൻ എന്തിനെ കുറിച്ചും ഭയങ്കര അവയർനെസ് ആണ്. ഞാൻ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഒരുപാട് അറിവുകൾ നേടി എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എല്ലാവരുടെയും വിശ്വാസം. കാരണം ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ റീൽസ് ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ലോകത്തില്ലാത്ത അറിവുകൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലേട്ട്, നിങ്ങളുടെ മുമ്പിലെ ഇലയിലേട്ട് വെറുതെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ കഴിച്ച് അതിസാരം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അത്രയും അറിവുകൾ ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരുന്നിട്ടും നേടിയിട്ടും വയസ്സില്ല, ജ്ഞാനമില്ല, വിസ്ഡമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ വിസ്ഡമില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാവരുടെ കയ്യിലും സ്വത്ത് കൂടുതലാണ്, സമ്പത്ത്. പഴയ കാലത്തെ അവസ്ഥയല്ല. സമ്പത്ത് വളരെയധികം കൂടുതലാണ് മനുഷ്യന്റെ ഉള്ളിൽ പഴയ കാലം വെച്ച് നോക്കുമ്പോൾ. പക്ഷേ മനസമാധാനമില്ല, മനസമാധാനമില്ല. ചെറുപ്പത്തിലുള്ള സമ്പത്തായിരിക്കൂല ഇപ്പൊ ഉള്ളത് എല്ലാവർക്കും. അതായത് ഭൂരിപക്ഷം പേർക്കും അത് കൂടിയിട്ടുണ്ടാവുകയാണ് ചെയ്യുക. അവരുടെ ജീവിത സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം കൂടിയിട്ടുണ്ടാവും, പക്ഷെ മനസമാധാനമില്ല. രാജ്യങ്ങൾ ഉയരുന്നു, താഴുന്നു, ലോകമെമ്പാടും കുഴപ്പങ്ങൾ, മനുഷ്യന്റെ ഹൃദയങ്ങൾ തകർന്നു പോകുന്നു. പലർക്കും വ്യത്യസ്തമായ മാനസിക ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ഡിപ്രഷൻ, ചിലർക്ക് ടെൻഷൻ, ചിലർക്ക് സ്ട്രെസ്, ചിലർക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ, ചിലർക്ക് അമിതമായ ചിന്ത, ചിലർക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ശൂന്യത. എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. പറയാൻ വരുമ്പോഴത്തേക്കും അത് മറന്നു പോകുന്നു. ഒരു രസവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ലോകത്ത്, ഒരു രസവും ഇല്ലാത്ത അവസ്ഥ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതെ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ലാത്ത, ഒരു ഇന്റിമസി ഇല്ലാത്ത ഒരവസ്ഥ. ലോകക്രമം എന്ന് പറയുന്നത് ഇന്ന് ഒരു കഷ്ടപ്പാടിന്റെ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് പോയതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയാണ് ഈ മിറാക്കുലർ മോർണിംഗ് ട്രാവലർ, അതായത് നമ്മുടെ എല്ലാത്തിനും ഞങ്ങൾ MMT എന്നുള്ള ഒരു പേരിലാണ് പറയാ, മൈൻഡ് മാപ്പിംഗ് ടെക്നിക്, മിറാക്കിൾ മോർണിംഗ് ട്രാവൽ, എല്ലാം MMT. ഈ MMT എന്ന് പറയുന്ന എന്റെ ഈ ആശയത്തിന്റെ, നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക, നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോളിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന ഈ ആശയത്തിന്റെ പ്രാധാന്യം. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതാണിത്, ഇന്ന് ലോകം ആവശ്യപ്പെടുന്നതാണിത്. ഇവിടെയാണ് ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു സോൾ മാസ്റ്റർ എന്ന പേരിൽ ഞാൻ പറയുന്നത്, എത്ര വലിയ പേമാരിയിലും, എത്ര വലിയ കൊടുങ്കാറ്റിലും, എത്ര വലിയ പ്രശ്നത്തിലും, എത്ര വലിയ ഇരുട്ടിലും ആകട്ടെ, നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള, നിങ്ങളുടെ മനസമാധാനം എന്ന, നിങ്ങളുടെ സന്തോഷം എന്ന, നിങ്ങളുടെ സമാധാനം എന്ന വീട്ടിലേക്കുള്ള വഴി അറിയാം. ആ വഴി കാണിച്ചു തരിക എന്നുള്ളതാണ് ഒരു ഗുരുവായ ഞാൻ ചെയ്യുന്നത്, ഒരു മാസ്റ്ററായ ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിനകത്ത് മാജിക്കോ മന്ത്രവാദോ, ആരോ ചോദിച്ചോട്ടെ, ബ്ലാക്ക് മാജിക്, ഇതൊന്നും അല്ല. അത് വളരെ സിമ്പിൾ ആണിത്, വളരെ സിമ്പിൾ. ഇരുണ്ട കൂരാക്കുരുട്ടിട്ടുള്ള ഒരു രാത്രിയെ പോലും പ്രഭാതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യം, അതാണ് മിറാക്കിൾ മോർണിംഗ് ട്രാവൽ. ഇവിടെ നിങ്ങൾ എത്രയും കാലം എന്താണോ അന്വേഷിച്ച് നടന്നത്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് ഊതിക്കത്തിക്കുക എന്ന പണി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷനും NLPയും EFTയും അഫർമേഷനും വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം പരീക്ഷിച്ചിട്ടും ശാശ്വതമായ ഇന്നർ പീസ്, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം പോസിറ്റീവ്, ഞാൻ ഭയങ്കര പോസിറ്റീവാന്ന് പറയും, എന്നിട്ട് മനസമാധാനം ഇല്ലാതെ നടക്കും. ശാശ്വതമായ ഇന്നർ പീസ്, ശാശ്വതമായ മനസമാധാനം, മരണം വരെയും, എന്തിന് മരണത്തിനപ്പുറം വരെയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മനസമാധാനം, ഇന്നർ പീസ്. അതൊരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്
ഞാൻ എന്തെങ്കിലും മാജിക്കോ മന്ത്രവാദമോ ഒന്നും ചെയ്യുന്നോണ്ടല്ല. എല്ലാ മനുഷ്യർക്കും ഇൻബിൽറ്റായി അവരുടെ ഉള്ളിൽ ആരാണോ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആരാണോ ഈ മനുഷ്യനെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്, ഇത്രയധികം ചിന്തിക്കാൻ ശേഷിയുള്ള, ഇങ്ങനെ സംസാരിക്കാൻ ശേഷിയുള്ള, ബുദ്ധിപരമായി പെരുമാറാൻ ശേഷിയുള്ള ഈ മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ട സൃഷ്ടാവ് നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ഒരു ശക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥ മൈൻഡ് പവർ. ലോകം മുഴുവൻ തേടി നടക്കുന്നതല്ല, ലോകത്തെ വിവിധ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതല്ല. രേഖപ്പെടുത്താത്ത ഒരു ജ്ഞാനമുണ്ട്, രേഖപ്പെടുത്താത്തൊരു മേഖലയുണ്ട്, ഒരു ബുക്കിലും രേഖപ്പെടുത്താത്തൊരു മേഖലയുണ്ട്. അതാണ് നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ പവർ. പൊടിപിടിച്ച ആ ഹൃദയത്തെ, പൊടിപിടിച്ച ആ ശക്തിയെ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നു, 41 ദിവസം തുടർച്ചയായി, ഒരു ദിവസം പോലും മിസ്സാകാതെ നിങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മുഴുവൻ, ലൈഫ് ലോങ് നിങ്ങൾക്ക് മനസമാധാനം തേടി അലയേണ്ടി വരൂല. നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരൂല, ജീവിതത്തിൽ ഭയന്ന് ജീവിക്കേണ്ടി വരൂല. ലോകം എത്ര കലുഷിതമായാലും നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് സമാധാനമായിരിക്കും. നമുക്ക് ചുറ്റുമുള്ള ലോകമാണ് നമ്മുടെ ലോകം. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമ്മുടെ ലോകമല്ല. നമുക്ക് ചുറ്റുമുള്ളതല്ല മാത്രമാണ് നമ്മുടെ ലോകം. നമുക്ക് ചുറ്റുമുള്ളത് മാത്രമാണ് നമ്മുടെ ലോകം. പുറമേ ഉള്ളതൊന്നും നമ്മുടെ ലോകമല്ല. നമുക്ക് ചുറ്റുമുള്ള ലോകം സമാധാനത്തിനും സന്തോഷത്തിനും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം സുന്ദരമായി. ഇന്ന് നമ്മൾ ആ വിഷയത്തിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുക. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചാണ്. താങ്ക് യു സോ മച്ച്. നല്ല സമയത്താണ് എനിക്ക് സാറിനെ കിട്ടിയത്. എല്ലാവരും ഭൂരിപക്ഷം പേരും അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഇതിനകത്ത്. അങ്ങനെ വന്നവരാണ് നിങ്ങൾ. സത്യത്തിൽ നിങ്ങള് ആരും വിളിച്ചു വരുത്തിയതല്ല. നിങ്ങളുടെ ജീവിതത്തിലെ അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങൾ വന്നെത്തിയതാണ്. നിങ്ങളുടെ അന്വേഷണം, നിങ്ങളുടെ ആഗ്രഹം, യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നേണ്ട എല്ലാവരും. യൂണിവേഴ്സ്, ലോ ഓഫ് അട്രാക്ഷൻ, എന്തും ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് വരും. EFT ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം ചെയ്യും. NLP വഴി നിങ്ങൾക്ക് ട്രിഗർ ആയിട്ടുള്ള സംഭവങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാം. യിങ് എനർജി, മനുഷ്യനുള്ള എനർജി ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാം. നിങ്ങൾക്ക് ഹോപ്പൊണോപ്പൊണോ, ഞാൻ എല്ലാത്തിനോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാത്തിനെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് സമാധാനം നേടിയെടുക്കാം. ഇതെല്ലാം സമാധാനത്തിലേക്കുള്ള വഴിയാണ്. പക്ഷേ കൺസിസ്റ്റൻസി എവിടെ? കുറച്ചു കഴിയുമ്പോൾ വീണ്ടും എന്തുകൊണ്ട് വരുന്നു? അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും എന്തായിരുന്നോ ആദിമകാലത്ത് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്, എന്തായിരുന്നു ലോകാവസാനം വരെ നിലനിൽക്കുന്ന മൈൻഡ് പവർ, അത് നിങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ലോകത്ത് ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ എങ്ങനെ സമാധാനം കൊണ്ടുവരാം? ഇതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾ കാണുന്ന ലോകം നിങ്ങളുടെ ലോകത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾ കാണുന്ന ലോകം നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം. സിമ്പിളായി പറഞ്ഞാൽ, പുറത്ത് വിദ്വേഷവും കോപവും സംഘടനവുമാണ് നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ കോപത്തിന്റെ വിത്തുകൾക്കായി നിങ്ങൾ ഒന്ന് തെരഞ്ഞു നോക്കുക. നിങ്ങൾക്ക് പുറത്തു നിന്ന് ഭയം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സംശയത്തിന്റെ വിത്തുകൾക്കായി, സംശയത്തിന്റെ നിഴലുകൾക്കായി നിങ്ങൾ തെരഞ്ഞു നോക്കുക. പുറത്ത് നിങ്ങൾ കുഴപ്പങ്ങൾ മാത്രമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ
ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സത്യത്തിൽ നിങ്ങൾ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ്, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ. ഇന്നത്തെ ലോകം ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ്. ലൂപ്പ്, പുറത്തിറങ്ങാൻ പറ്റാത്ത ചക്രവ്യൂഹം എന്ന് പറയില്ലേ, ചക്രവ്യൂഹം. അഭിമന്യു വെട്ടുപോയ ചക്രവ്യൂഹം. അകത്ത് കയറാൻ അറിയാം, പുറത്തിറങ്ങാൻ അറിയാൻ പാടില്ല. ഇന്ന് ഒരു പാരലൽ വേൾഡിലാണ് ലോകം ജീവിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ള സമാധാനത്തെയും സന്തോഷത്തെയും കാണാതെ ലോകത്ത് പാരലലായിട്ടുള്ള സോഷ്യൽ മീഡിയ ഒരുക്കിയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുക്കിയിട്ടുള്ള ഒരു പാരലൽ വേൾഡിലാണ്, ഒരു പാരലൽ ലോകത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെല്ലുവിളികളാണ്, അവിടെ വെല്ലുവിളികളാണ്, സമാധാനമില്ല, അവിടെ കുഴപ്പങ്ങളാണ്. എന്തെങ്കിലും കണ്ടിട്ട് ഒരു മറുപടി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. രാവിലെ സോഷ്യൽ മീഡിയയില് ഒരു കുഴപ്പമുണ്ടാക്കുന്ന ഒരു പോസ്റ്റർ വന്നു. അതിനൊരു മറുപടി ഇട്ടില്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുള്ള ചിന്തയാണ്. ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല, ഞാൻ അഭിപ്രായം പറഞ്ഞില്ലല്ലോ, ഇല്ലെങ്കിൽ അത് കണ്ടില്ലല്ലോ രാവിലെ തന്നെ, ആ ചർച്ച ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തിനാണ് സഹോദരി സഹോദരന്മാരെ നമ്മളാ ചർച്ച ചെയ്യണത്? മത ചർച്ചകൾ, വെല്ലുവിളികൾ, രാവിലെ ചാനൽ തുറന്നാൽ ദുരന്തങ്ങളുടെ പെരുമഴകൾ, രാവിലെ ഫേസ്ബുക്ക് തുറന്നാൽ ഗോസിപ്പുകളുടെയും വെല്ലുവിളികളുടെയും ലോകം. പരസ്പരം മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിൽ വെല്ലുവിളിക്കുന്നു. പണ്ടൊക്കെ വളരെ അപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ വഴി നടക്കുന്നു. പ്രശ്നങ്ങളുടെയും ചിന്തകളുടെയും പ്രയാസങ്ങളുടെയും ടെൻഷന്റെയും ഡിപ്രഷന്റെയും ഒക്കെ ഒരു പാരലൽ ലോകം. ആ ലോകത്ത് ജീവിക്കുന്നവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരിക, അതിൽ നിന്നും പുറത്തു കൊണ്ടുവരിക, അല്ലേ? ആ ലൂപ്പിൽ നിന്നും പുറത്തു കൊണ്ടുവരിക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ചിലപ്പോ പേടി തോന്നും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പേടി തോന്നും. സത്യത്തെ ഭയപ്പെടരുത്, ഒരിക്കലും സത്യത്തെ ഭയപ്പെടരുത്. കാരണം ഇതൊരവസരമാണ്. നിങ്ങളുടെ ആന്തരിക ലോകം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം വെളിപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ആന്തരികമായ മാറ്റം നിങ്ങളുടെ മുഴുവൻ ലോകത്തിനും വെളിച്ചമായി മാറും. നിങ്ങളുടെ മുഴുവൻ ലോകത്തിനും വെളിച്ചമായി മാറും. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ ആണ്? ഈ സീനൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലൂടെ അല്ലെങ്കിൽ ഈ പ്ലാനറ്റിലൂടെ അല്ല കടന്നു പോകുന്നത്, ഈ സൗരയൂഥത്തിലൂടെ അല്ല നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളിലൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. ഈ ലോകം നിങ്ങൾ ഒരിക്കലും ഈ പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിന്റെ ഭാഗമല്ല. ഈ സൗരയൂഥം, ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ അനന്തമില്ലാത്ത ഒരു യാത്രയിലാണുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നു മരണത്തോടുകൂടി എല്ലാം തീരുവല്ല. മരണത്തോടുകൂടി നിങ്ങൾ സ്വതന്ത്രരാവുകയാണ്. നിങ്ങളുടെ ഇവിടെയുള്ള കടമ പൂർത്തിയാക്കി അതിലും സുന്ദരമായൊരു ലോകത്തായിട്ട് നിങ്ങൾ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിക്കുക, സമാധാനം സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ പ്രശ്നം നിങ്ങളുടെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ സുഖപ്പെടുത്തേണ്ടത്? നമ്മളുടെ ഉള്ളിലാണ് സുഖപ്പെടുത്തേണ്ടത്. നമ്മളുടെ ഉള്ളിൽ ഉള്ള ലോകത്തെ നമ്മൾ എങ്ങനെയാണ് സുഖപ്പെടുത്തേണ്ടത്? ആ സുഖപ്പെടുത്തലാണ് സൈലൻസ്, നിശബ്ദതയിൽ നിന്നാണ്. ലോകം മുഴുവൻ കലുഷിതമായിരിക്കുമ്പോഴും, ലോകം മുഴുവൻ ഒച്ചപ്പാടുകൾ നിറഞ്ഞിരിക്കുമ്പോഴും, ലോകം മുഴുവൻ ബഹളമയമായിരിക്കുമ്പോഴും നിങ്ങളെ സൈലൻസിലേക്ക് കൊണ്ടുപോകുന്ന, നിശബ്ദതയിലേക്ക് പോകുന്ന, ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്ന, സറണ്ടറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗുരുനാഥൻ മാത്രമാണ് ഞാൻ. ഒരിക്കലും നിർത്താതെ 24 മണിക്കൂറും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ഇന്ന് അങ്ങനത്തെ ലോകമാണ്.
ലോകം ഉറങ്ങുന്നത് തന്നെ വളരെ കുറവാണ്. ആളുകൾ പണ്ടൊക്കെ 7 മണിക്കും 8 മണിക്കും ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് രാത്രി 10:30, 11, 12, 1 മണി, 2 മണിക്കൊക്കെ ഉറങ്ങുക. കാരണം ഈ ലോകം നിർത്തുന്നില്ല, സംസാരം നിർത്തുന്നില്ല. ഒരു വഴിക്കല്ലെങ്കിൽ വേറൊരു വഴിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ സ്വന്തത്തിനെ ഒന്ന് കേൾക്കാൻ, നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയെ ഒന്ന് കേൾക്കാൻ, ഭയങ്കര ഈ ലോകത്തിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡിനെ, മനസ്സിനെ ഒന്ന് കേൾക്കാൻ ക്ഷണിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ, ഡിവൈൻ ആയിട്ടുള്ള ആ ആത്മജ്ഞാനത്തെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഒന്ന് ശ്രദ്ധിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെ പെട്ടെന്ന് വിധിക്കാൻ കഴിയുന്ന ഒരു ലോകമാണെന്നുള്ളത്. എല്ലാം പെട്ടെന്ന് വിധിക്കും. അത് തെറ്റാണ്, അത് ശരിയാണ് എന്ന് പെട്ടെന്ന് വിധിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ അനുകമ്പയോടെയാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് ആളുകളോട് മനസ്സിലാക്കാൻ, നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് പറയുന്നത്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കീഴടങ്ങലോടെ ആരംഭിക്കുന്നു. അതാണ് സറണ്ടർ, കീഴടങ്ങൽ. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നിയന്ത്രണത്തിന് ഭ്രമമുള്ള ലോകമാണ്. എല്ലാവരും നിയന്ത്രിക്കണം, മക്കളെ നിയന്ത്രിക്കണം, ഭാര്യയെ നിയന്ത്രിക്കണം, ഭർത്താവിനെ നിയന്ത്രിക്കണം, എല്ലാവരും നിയന്ത്രിക്കണം എന്നാണ് ലോകത്തുള്ള മുഴുവൻ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൺട്രോളിലായിരിക്കണം എല്ലാവരും. എന്നാൽ അതിനെല്ലാം അതീതമായ ഒരു ജ്ഞാനമുണ്ട്. അതിന് നിങ്ങൾ സറണ്ടർ ചെയ്യണം. ഇരുണ്ട കാലങ്ങളിൽ പോലും മനുഷ്യാരംഭ കാലം മുതൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിലേട്ടാണ് നമ്മൾ നയിക്കുന്നത്. ഒരു നിമിഷം നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങൾ ശാന്തമായ ഒരു തടാകക്കരയിൽ നിൽക്കുകയാണ്. ശാന്തമായ ഒരു തടാകക്കരയിൽ വളരെ ഉപരിതലം വളരെ നിശ്ചലമായി നിൽക്കുന്നു. അതിന്റെ ആകാശത്തെ ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. കൃത്യമായി തടാകം ഇങ്ങനെ കിടക്കുന്നു, ആകാശം ഇങ്ങനെ കാണാം. വളരെ ശാന്തമായൊരു തടാകം. എന്നാൽ അതിലേട്ട് നിങ്ങളൊരു കല്ലെടുത്തെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിങ്ങനെ അലകൾ ഇങ്ങനെ പരന്ന് എല്ലാത്തിനെയും സ്പർശിക്കാൻ തുടങ്ങും. ഇതുപോലെയാണ് നിങ്ങളുടെ ചിന്തകൾ. നിങ്ങളുടെ ശാന്തമായ തടാകത്തിനെ നിങ്ങളുടെ വികാരങ്ങൾ ആയിട്ട് അങ്ങനെ അലയടിക്കും. ഈ ചിന്തകൾ നിങ്ങളുടെ ഇമോഷനായിട്ട് ഇങ്ങനെ അലയടിക്കും. സങ്കടങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഓവർ തിങ്കിങ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ശാന്തമായി കിടക്കുന്ന ആ തടാകത്തെ നിങ്ങളൊന്ന് ശാന്തമാക്കി നിർത്താൻ ആണ് ഇവിടെ ട്രെയിനിങ് തരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വലിയ ശാന്തമായൊരു തടാകമുണ്ട്. എത്ര പേർക്ക് ഞാൻ മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ശാന്തമായൊരു തടാകമുണ്ട്. അതിലേക്ക് കല്ലെടുത്തിടാതിരിക്കാനാണ് പഠിപ്പിക്കുന്നത്. വേറൊന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ആരും അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒരു സംഭവമാണത്. പഠനത്തിലൂടെ നേടിയെടുത്തതാണ്. പല ഗുരുനാഥന്മാരിൽ നിന്നും നേടിയെടുത്തതാണ്. അങ്ങനെയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ മനസമാധാനം, ഈ മനഃശാന്തി തരാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ലോകത്തെ മാറ്റാൻ നിങ്ങൾ ലോകത്തിന്റെ രാജാവാകേണ്ടതില്ല. രോഗശാന്തി കൊണ്ടുവരാൻ നിങ്ങൾ വിശുദ്ധനാകേണ്ടതില്ല. സ്നേഹത്തിന്റെ വെളിച്ചം, സമാധാനത്തിന്റെ വെളിച്ചം, ജ്ഞാനത്തിന്റെ വെളിച്ചം ആയിട്ടുള്ള ഒരു കണ്ണാടിയായിട്ട് നിങ്ങൾ മാറിയാൽ മതി. ആ ഒരു കണ്ണാടിയാണ് ഞാൻ. നിങ്ങളെ തന്നെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. നിങ്ങളെ തന്നെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഞാൻ ഇപ്പോഴാണ്, നിങ്ങളുടെ ബാല്യം ഇപ്പോഴാണ് ഞാൻ എത്തിയത്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നിങ്ങളുടെ കണ്ണാടി നിങ്ങളെ തുറപ്പിക്കുകയാണ്. നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്യണം? നമ്മള് ഈ ലോകത്ത് ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവരുന്നു എന്നിട്ട് നമ്മൾ ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ ഒരു വെളിച്ചമായി മാറുന്നു. മറ്റുള്ളവർ കോപത്തോടു കൂടി സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ നമ്മളൊന്ന് കേട്ടിരിക്കുന്നു. മറ്റുള്ളവർ ഭയം പരത്തുമ്പോൾ നമ്മൾ പ്രത്യാശ നൽകുന്നു. മറ്റുള്ളവർ നഷ്ടപ്പെടുമ്പോൾ
നമ്മൾ ഒരു വഴികാട്ടിയായി മാറുന്നു. അവർ അവരെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരു വഴികാട്ടിയായി മാറുന്നു. ലോകത്തിന് കൂടുതൽ ശബ്ദത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ലോകത്തിന് കൂടുതൽ അഭിപ്രായങ്ങളുടെ ആവശ്യമില്ല. അതിന് ധാരണയാണ് ആവശ്യം. അതിന് നിശബ്ദതയാണ് ആവശ്യം. വിഭജനത്തിന്റെ ആവശ്യമില്ല. ആത്മാവിന് സമാധാനമാണ് ആവശ്യം. മൈൻഡിന് സമാധാനമാണ് ആവശ്യം. ഒരു രാജാവിന്റെ കഥയുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കാം, ഇന്നത്തെ സ്പെഷ്യൽ പ്രോസസ്സിലേക്ക്. ഓക്കെ, ഒരു പുരാതനമായ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് രാജ്യത്തിൽ ഒരു 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 സ്ഥലം വളരെ പ്രസിദ്ധമായിരുന്നു. ഒരു കണ്ണാടി കൊണ്ടുള്ള ചില്ലുകൊണ്ടുള്ള ഒരു മേട, ചില്ലുകൊണ്ടുള്ള ഒരു ബംഗ്ലാവ്, ഒരു ക്ഷേത്രം, ചില്ലുകൊണ്ടുള്ള ഒരു ക്ഷേത്രം വളരെ പ്രശസ്തമായിരുന്നു. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും ഈ ചില്ലുകൊണ്ടുള്ള, അതിലെല്ലാം ചില്ലുകൊണ്ടുള്ള ക്ഷേത്രത്തിനുള്ളിൽ മുഴുവൻ കണ്ണാടിയാണ്. ആ കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളുടെ യഥാർത്ഥമായ ആത്മാവിനെ കാണാൻ കഴിയും. നമ്മുടെ ആത്മാവിന്റെ സ്വഭാവം എന്താണ്? ക്രൗര്യമാണോ, ദേഷ്യമാണോ, കോപമാണോ, നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് പ്രതിഫലിപ്പിക്കും. ദൂരെ ദൂരെ നിന്ന് ആളുകൾ വരുന്നുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. പലരും ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവായ രാജകുമാരൻ. ഒരിക്കൽ ആ രാജ്യത്ത് പട്ടിണി കൊടുമ്പിരി കൊണ്ടു. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ യുദ്ധവും വരാൻ തുടങ്ങി. യുവരാജാവ് ആകെ അസ്വസ്ഥനായി. എന്താണ് പരിഹാരം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അദ്ദേഹം തന്റെ രാജ്യത്തുള്ള പ്രസിദ്ധമായ ആ ക്ഷേത്രത്തിൽ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് വന്നു. ആ ക്ഷേത്രത്തിന്റെ ഹാളിലേക്ക്, നമ്മളെ പ്രതിഫലിപ്പിക്കുന്ന, ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം കയറി. ഉടനെ ആ കണ്ണാടിയിൽ അദ്ദേഹം കാണാൻ തുടങ്ങി കോപം, ദുഃഖം, ഭയം എന്നിവ കൊണ്ട് വികൃതമായ തന്റെ ആത്മാവിനെ, വികൃതമായ തന്റെ രൂപത്തെ. അദ്ദേഹം ആകെ വിഷമത്തിലായി. ഇതാണോ എന്റെ വിധി? ഞാൻ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവനാണോ? ഞാൻ ആകെ വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാൻ വിധിക്കപ്പെട്ടവനാണോ? എന്നാ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ടും എനിക്ക് മനസമാധാനമില്ലല്ലോ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് മനസമാധാനമില്ലല്ലോ. ഉടനെ ആ ക്ഷേത്രത്തിൽ നിന്നും ഒരു അശരീരി ആ രാജാവിന്റെ മനസ്സിൽ മുഴങ്ങി. നിങ്ങൾ കാണുന്ന ലോകം, നിങ്ങൾ കാണുന്ന ഈ നിങ്ങളുടെ രൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ പ്രതിഫലനമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വിലപിച്ച രാജാവിനോട് വീണ്ടും ഒരു അശരീരി മുഴങ്ങി. നിങ്ങൾ ഇരുട്ട് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ നിഴലിനെ അന്വേഷിക്കുക. നിങ്ങൾ കുഴപ്പം കാണുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ കൊടുങ്കാറ്റിനെ അന്വേഷിക്കുക. കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണാടിയാണ്. രാജാവ് ആകെ ആശയക്കുഴപ്പത്തിലായി. നിരാശയോടെയും എന്നാൽ ചെറിയ ഉള്ളിലൊരു പ്രതീക്ഷയുടെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരികെ പോയി. ആ ശബ്ദം പക്ഷെ അശരീരി അദ്ദേഹത്തിന് മറക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കോപത്തെയും സ്വന്തം ഭയത്തെയും സ്വന്തം അത്യാഗ്രഹത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് നിശബ്ദമായി അദ്ദേഹം തന്റെ ദിവസങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങി. പതിയെ രാജാവിന് മനസ്സിലായി തന്റെ കോപമാണ് തന്റെ സൈനികരെ യുദ്ധത്തിലേക്ക് നയിച്ചത്. തന്റെ അത്യാഗ്രഹമാണ് തന്റെ കീഴിലുള്ള ഗ്രാമങ്ങളെ പട്ടിണിയിലാക്കിയത്. തന്റെ ഭയമാണ് ചുറ്റുമുള്ള സുഹൃത്തുക്കളെ ശത്രുക്കളാക്കിയത് എന്ന് രാജാവിന് മനസ്സിലായി. അങ്ങനെ പതിയെ രാജാവ് മാറാൻ തുടങ്ങി.
താൻ കുറ്റപ്പെടുത്തിയവരോടും തന്നെ കുറ്റപ്പെടുത്തിയവരോടും അദ്ദേഹം ക്ഷമിക്കാൻ തുടങ്ങി. കഷ്ടപ്പാടിലും അദ്ദേഹം തന്റെ സമ്പത്ത് പങ്കിടാൻ തുടങ്ങി. കഷ്ടപ്പാടിലും അദ്ദേഹം തന്റെ സമ്പത്ത് പങ്കിടാൻ തുടങ്ങി. പതിയെ 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 അദ്ദേഹം കരുതലുള്ള ഒരു രാജാവായി മാറി. തന്റെ സ്വന്തം രാജ്യം മുഴുവൻ സമാധാനം തിരിച്ചു വന്നു. വയലുകൾ വീണ്ടും തഴച്ചു വളർന്നു. സമ്പത്തിലും സമൃദ്ധിയിലും അദ്ദേഹത്തിന്റെ രാജ്യമായി മാറി. ഈ സമയത്ത് വീണ്ടും അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ഒന്നുകൂടി പോയി. അവിടെ കണ്ട അദ്ദേഹത്തിന്റെ മുഖം ഭയങ്കര സുന്ദരമായിരുന്നു, ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു, ശാന്തതയും തിളക്കവും ഏറിയതായിരുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു അശരീരി കേട്ടു. നിങ്ങൾ കാണുന്ന ലോകം നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങളെ സുഖപ്പെടുത്തിയാൽ നിങ്ങളുടെ മുഴുവൻ ലോകവും നിങ്ങൾ സുഖപ്പെടുത്തിയതിന് തുല്യമായി. ലോകം മുഴുവൻ എത്ര കലുഷിതമാണെങ്കിലും സമാധാനമായിരിക്കാമെന്നാണ് ഈ കഥയുടെ വ്യാഖ്യാനം. നമ്മുടെ പുറത്തുള്ള ലോകം നമ്മുടെ ആന്തരികാവസ്ഥയുടെ കണ്ണാടിയാണ്. കണ്ണാടിയുടെ ഹാൾ എന്ന് പറയുന്നത്, ആ കണ്ണാടി വച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ ഹാൾ നമ്മുടെ അവബോധത്തെയാണ് പ്രതികരിക്കുന്നത്, നമ്മുടെ ആത്മാവ് മറഞ്ഞിരിക്കുന്ന വശങ്ങളെ. ലോകം നമ്മളിൽ നിന്നും വേർപെട്ടതല്ല, നമ്മുടെ ആന്തരിക ചിന്തകളുടെ, വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കണ്ണാടിയാണ്. യഥാർത്ഥ മാറ്റം ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. ആ മാറ്റത്തെയാണ് നമ്മൾ ഇവിടെ നൽകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള മാറ്റത്തെ. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്.